മുരളില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. കൂട്ടുകാരെ, അധ്യാപക, അനധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം. എൻ്റെ നാടായ കോട്ടൂർ ബ്ലാവട്ടി ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂളിൽ കേരളത്തിൻ്റെ പ്രശസ്ത ഗായകനായ ജി വേണുഗോപാൽ വന്നതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ജി വേണുഗോപാൽ ഫാൻസ് ക്ലബ് പ്രവർത്തകർ രൂപം കൊടുത്ത സംഘടനയാണ് സസ്നേഹം ജി വേണുഗോപാൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ്. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘടന വിവിധങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. സസ്നേഹം വിദ്യാമൃതം എന്ന പേരിൽ 2024 മുതൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടി ഈ ട്രസ്റ്റ് തുടക്കം കുറിക്കുകയാണ്. സ്നേഹം വിദ്യാമൃതം 2024 എന്ന പേരിലുള്ള പദ്ധതിയിൽ ഈ ട്രസ്റ്റ് ആദ്യം തിരഞ്ഞെടുത്തത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ബ്ലാവട്ടി ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂളാണ്. ഇവിടെ പഠിക്കുന്ന 39 കുട്ടികൾക്ക് ബാഗും കുടയും വാട്ടർ ബോട്ടിലും ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിവിടെ ജി വേണുഗോപാൽ എത്തിയിരിക്കുന്നത്. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജെയിൻ PL സ്വാഗതം പറഞ്ഞ് ആരംഭിച്ച പരിപാടിയിൽ സ്കൂൾ HM ജയഗീത KP അധ്യക്ഷയായി. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പന്ത ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട അതിഥിയായി എത്തിയ പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ജി വേണുഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ട്രസ്റ്റിൻ്റെ ചുമതലക്കാരനായ ഗിരീഷ് ഗോപിനാഥ്, വാർഡ് മെമ്പർ O ശ്രീകല, ധനലക്ഷ്മി ബാങ്ക് മാനേജർ ശ്രീ മനോജ്, റിട്ടയേർഡ് AEO ശ്രീ ഉദയകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അതോടൊപ്പം ഒരു നല്ലൊരു ഗാനം ഇച്ചിരി കുട്ടികൾക്ക് വേണ്ടി പാടുവന്ന സ്വന്തം സ്വരത്തിൽ ഇവിടെ കേൾക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് സ്വീകരിക്കുമെന്ന് വിചാരിക്കും. സാഗരം ഉണരുമീഗാനം ഉരുകുമെന്നുള്ളം കിളുങ്ങുന്നിതരകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ കിളുങ്ങുന്നിതരകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ മുരളില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം മുരളില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം എന്നിലെ എന്നേ കാണു ഞാൻ നിന്നിൽ വിടർന്നു മരുഭൂവിൻ എരിവേലിലും പൂക്കൾ ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം
ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. കൂട്ടുകാരെ, അധ്യാപക, അനധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഇത് ഗിരീഷ് പറഞ്ഞ പോലെ സസ്നേഹത്തിൻ്റെ ഒരു 15-ാം വർഷം ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ശ്രദ്ധ വേണ്ടത് ഈ സ്കൂളിൻ്റെ അധ്യാപകർക്കും അനധ്യാപകർക്കും. നമ്മുടെ കേരളം വലിയൊരളവിൽ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു എളിമയുള്ള അഭിപ്രായം, കുട്ടികൾക്ക് ഒരേ ഒരു ലഹരി അവർ നൽകുക. ഈ പ്രായത്തിൽ അത് സംഗീതമാകട്ടെ, അഭിനയമാകട്ടെ, നൃത്തമാകട്ടെ, ചിത്രരചനയാകട്ടെ, സാഹിത്യമാകട്ടെ, ഈ മേഖലയിലെ ലഹരി മാത്രം മതി നമുക്ക്. അതിന് ഏറ്റവും വലിയ ശ്രദ്ധ നിങ്ങളല്ല, കുട്ടികളല്ല, അധ്യാപകരാണ് അതിനു വേണ്ട മുൻകൈ എടുക്കേണ്ടത്. അപ്പോൾ അത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്.